വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം രണ്ട് പ്രൊഡക്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കുർത്തീസാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു കുർത്തി സെറ്റും ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കുർത്തി സെറ്റ് എന്ന് പറയുമ്പോൾ കുർത്തി വിത്ത് പാൻസ് അങ്ങനെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോൺ ഹൗളായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ് ഒരുമിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. മീഷോന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ആമസോണിൽ നിന്ന് ഒരു 2 പ്രൊഡക്ട്സുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ ലെങ്തി വീഡിയോ ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനാണെങ്കിൽ കൂടുതലായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്ന ഒരാളും കൂടിയാണ്. നിങ്ങൾക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നറിയാം. പക്ഷെ നമ്മുടെ ഫുൾ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. കാരണം മേ ബി പറയാൻ പറ്റില്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും ഒക്കെ നമ്മൾ പറയണമല്ലോ. ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു പോവും. അത് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം. മേ ബി നിങ്ങൾ കണ്ടിട്ടും പിന്നെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടാവും, അതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം കണ്ടിട്ടാവും നിങ്ങൾ പോകുന്നുണ്ടാവും. പിന്നീട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള മോശം വശവും നല്ല വശമൊക്കെ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി വീഡിയോ ആയി പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫുൾ വീഡിയോ ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസൊക്കെ ലെങ്തി ആവും കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം ഞാൻ പറയും. ഇതാണ് ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് ഒരുമിച്ച് ഞാൻ ചെയ്യാത്ത, കുറച്ചുകൂടെ ഓവർ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ആമസോൺ സെപ്പറേറ്റ് ചെയ്യാം, ദെൻ മീഷോ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ചല്ല, ഒരു 15 മിനിറ്റിനുള്ളിൽ ഒതുങ്ങിയ ഒരു വീഡിയോ ആവാനാണ് ചാൻസ്. 2 പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ മാക്സിമം നമുക്ക് ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ 2 കുർത്തീസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. ഇത്തവണ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ₹100 കുർത്തീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് അടിപൊളി നല്ല കുർത്തി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ദീ കാണുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ദീ കാണുന്ന കുർത്തിയാണ് എൻ്റെ ഫേവറേറ്റ് കുർത്തിയാണ്. ഞാൻ അത്ര ആഗ്രഹിച്ച് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത്. കാരണം എനിക്ക് ഈ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല 2 പീസ് ആണല്ലോ, കുർത്തി വിത്ത് പാൻസ് ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 2ഉം പ്രിന്റർ വർക്കാണ്, സെയിം പാറ്റേണിലാണ് 2ഉം വന്നിട്ടുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. എനിക്ക് ആ ഒരു കളറും ദെൻ ആ ഒരു പ്രിന്റർ വർക്കുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് കണ്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എനിക്കിഷ്ടപ്പെട്ട ആ ഒരു പ്രൊഡക്റ്റ് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, കുർത്തി വിത്ത് പാൻസ് കേട്ടോ. ഗ്രീൻ കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഗ്രീനിനോട് എനിക്ക് എന്തോ ഇപ്പോൾ ഒരു ഇഷ്ടം ഫീൽ ചെയ്തേക്കുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആയിക്കോട്ടെ, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കളർ കണ്ടൊക്കെ എടുത്ത് നോക്കാനോ എടുക്കാനോ തോന്നും. കാരണം ഈ ഒരു കളറിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. ഞാൻ മുന്നേ മിന്ത്ര ഹൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ടോപ്പ് വിത്ത് ട്രൗസേഴ്സിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. അതിൽ ഞാൻ ഫോട്ടോ എടുത്തത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഫോട്ടോ തന്നെയാണ് ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഞാൻ പ്രൊഫൈൽ പിക്ചറായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സിലെടുത്തിട്ടുള്ള പിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഗ്രീൻ കാണുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് അതിലേക്കാണ് പോകുന്നത്, എടുക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരും. അങ്ങനെ എടുത്തതാണ് ഇത് കേട്ടോ. സംഭവം ഇത് വീനെക്കിലാണ് വന്നിട്ടുള്ളത്. റയോൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ റയോൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വലിയ ലോങ് ടൈം യൂസ് ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ₹500 നമുക്ക് ഈ ഒരു കുർത്തിയും പാൻസും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ ഒരു പ്രൈസിന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പം
ആ ഒരു പ്രൈസിനനുസരിച്ചുള്ള വാല്യൂ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. റയോൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റീയൂസ് ചെയ്യുമ്പോൾ കളർ അങ്ങോട്ട് ഷെയ്ഡായി പോവും. കാരണം ഇതിൽ പ്രിന്റ് വന്നിട്ടുണ്ടല്ലോ, ഇതിലേക്ക് കളറൊന്നും മങ്ങിപ്പോവും. ഓക്കെ, കളർ ഷെയ്ഡാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കളർ അങ്ങോട്ട് പോവല്ല, ദെൻ കുറഞ്ഞു വരും, മങ്ങി വരും. ആ ഒരു ഇഷ്യൂ ആണ് ഞാൻ ഈ ഒരു റയോൺ ബ്ലെൻഡ് മെറ്റീരിയലിൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. നമ്മൾ മീഷോ എന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കൂടുതലും റയോൺ മെറ്റീരിയലിലാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഓഫീസിലൊരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതും റയോൺ ബ്ലെൻഡ് മെറ്റീരിയലിൽ ഇതേപോലൊരു 2 പീസാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിക്ചർ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ പോണതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് വന്നതിന് ശേഷമാണോ അത് വരിക, അത് വന്നതിന് ശേഷമാണോ അത് വരിക എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും പിക്ചർ കൊടുക്കാം. ഞാൻ മീഷോന്ന് എടുത്തത് തന്നെയാണ് 2 പീസിൻ്റെ. ഞാൻ ഓഫീസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സൈഡിൽ ഞാൻ പിക്ചർ കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പിക്ചർ കൊടുക്കാം. അപ്പം അത് ഓഫീസിലുള്ള മിക്കവർക്കും ഇഷ്ടപ്പെട്ടു. 100 rupees 500 തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മീഷോന്നാണ് അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ നമുക്ക് സിമ്പിൾ ഓഫീസ് ലുക്ക്, ഒരു കാഷ്വൽ വെയർ ആയിട്ടും അല്ലെങ്കിൽ ഫോർമലായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാനും ഓഫീസ് ലുക്കോ അല്ലെങ്കിൽ കാഷ്വൽ ലുക്കൊക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. സംഭവം കാണാനും ഇട്ട് കാണാനും എനിക്ക് പേഴ്സണലി ഇട്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഈ കളറിനോടുള്ള ഇഷ്ടം കാരണമാണോ എന്നറിയില്ല, എൻ്റെ കണ്ണിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാമല്ലോ, അപ്പം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ ലോങ് ടൈം യൂസ് പ്രതീക്ഷിച്ചെടുക്കണ്ട. കോളേജ് വെയറോ കാഷ്വൽ വെയറൊക്കെ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേഡീസിന് ഇതൊക്കെ മതിയല്ലോ, അടിപൊളിയല്ലേ, നമുക്ക് ചിലവ് കുറച്ച് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാറി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. എപ്പോഴും ഒരേ ഡ്രസ്സ് കൂടുതലിട്ട് നടക്കുന്ന ആൾക്കാരൊന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഓക്കെയാണ് കേട്ടോ. എനിക്ക് ഓക്കെയാണ്. എൻ്റെ മൈൻഡാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ ആവും. ഇതിൽ പ്രിൻ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ കളറിലാണ്. ഗ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രേ അല്ല, ഇതെന്തൊരു ചാര കളർ എന്നൊക്കെ പറയും. ഇതൊരു ബ്ലൂ അല്ല കേട്ടോ. നമുക്ക് പിക്ചറിലൊരു ഒരു നേവി ബ്ലൂ ടൈപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അങ്ങനത്തെ ഒരു കളറല്ല. ഇതൊരു ഡാർക്ക് ഗ്രേ കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കളറാണ് ഇതിൻ്റെ പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഇതാണ് പ്രിന്റ് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാണ് പ്രിന്റ്. വി നെക്കിൽ നല്ലൊരു പ്രിന്റോട് കൂടിയിട്ട് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളൊരു 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ദെൻ സ്ലീവിൻ്റെ ഈ ഒരു ബോട്ടം ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വർക്കും കൂടി, വർക്കല്ല അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ദെൻ വേറെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാം. ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഫോൺ നോക്കി പറയാം. ദെൻ നമുക്ക് ഇതിൻ്റെ പാൻസ് കാണാം. പാൻസ് വന്നിട്ട് സെയിം മെറ്റീരിയൽ, സെയിം പ്രിൻറ്റ്. ഓക്കെ, ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് നമുക്ക് ഒരു സൈഡിലൊക്കെ പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ പോക്കറ്റും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാൻസ് വന്നിട്ടുള്ളത്. ഞാൻ മീഡിയം സൈസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കറക്റ്റാണ് കേട്ടോ. നല്ലൊരു പ്ലാസോ പാൻ്റാണ്. അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള, നമുക്ക് വേണ്ടത്ര ഫ്ലെയർഡോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാസോ പാൻ്റാണ്. സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലെങ്ത് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും പറയുന്നു, ഇനിയിപ്പോൾ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഹൈറ്റ് 5.1 ആണ് എൻ്റെ ഹൈറ്റ് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇടുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സംഭവം എനിക്ക് അത്യാവശ്യം ലെങ്ത്തുള്ള കൂത്താസിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് ഓക്കെ ആയിട്ടുള്ള ലെങ്ത്താണ്. അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കാം. എൻ്റെ 5.1 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്ത് നമുക്ക് പാൻസിനും കിട്ടുന്നുണ്ട്. നല്ലൊരു കളക്ഷനാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സെയിം മെറ്റീരിയലാണ്, റയോൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് പാൻസിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പാൻസിൽ വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ, ഒത്തിരി കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ്. ഫസ്റ്റ് നമുക്കൊരു ഓഫ് വൈറ്റിൽ ഒരു ബ്ലൂ ആണെന്ന് തോന്നുന്നു, ബ്ലൂവോ
നേവി ബ്ലൂവോ ബ്ലാക്കോ ഇതിലേതോ കളറാണ്. എനിക്കിതിൽ കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ, നമുക്ക് കാണുന്നുണ്ടാവില്ലേ. ഓക്കെ, ഇങ്ങനെ ഒരു കളറ് അവൈലബിൾ ആണ്. ദെൻ ഇത് ഓക്കെ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കളറ്. ദെൻ ബ്ലാക്കിൽ ഒരു ഓഫ് വൈറ്റ് ടൈപ്പ് കളർ വന്നിട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ നെക്ക് വേറെയാണ് കേട്ടോ, നിങ്ങൾ നെക്കൊന്ന് ശ്രദ്ധിക്കുക, എല്ലാത്തിനും നെക്കൊന്നും ആയിരിക്കില്ല. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള വി നെക്കാണ്. പിന്നെ ദെൻ റെഡിൽ ഒരു ഓഫ് വൈറ്റ് ടൈപ്പ് പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഒരു കളക്ഷൻ. പിന്നെ പിങ്കിൽ ഓഫ് വൈറ്റ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ, ബ്ലൂവിൽ വൈറ്റ് കളർ വന്നിട്ടുള്ള ഒരു കളക്ഷൻ. അങ്ങനെ ഇത്രയും കളക്ഷൻസ് അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ പറയാനുള്ളത്, പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദെൻ ഇതിൻ്റെ പ്രൈസാണ് ₹500 ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഒറിജിനൽ പ്രൈസ് 2000 സംതിങ് ഒക്കെ 2599 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത്രയ്ക്കുള്ള പ്രൊഡക്റ്റ് ഒന്നും അല്ല അത്. ഞാൻ പറഞ്ഞല്ലോ, റയോൺ മെറ്റീരിയൽ ആണ്, നല്ല മെറ്റീരിയൽ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതിന് ഇത് ഓക്കെയാണ്, വേർത്താണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ₹500 ഇത് വേർത്താണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 469 ഓക്കെ, 469 ഇത് വേർത്താണ്, അടിപൊളിയാണ് കേട്ടോ. സംഭവം ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ക്യാഷ്വലായിട്ടോ ഫോർമലായിട്ടോ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അതിന് പറ്റിയിട്ടുള്ളതാണ് ഒത്തിരി കളക്ഷൻസ്, ഒത്തിരി കളേഴ്സ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ. ഷോർട്ട് ടൈം യൂസ് മാത്രം പ്രതീക്ഷിച്ച് ഇങ്ങനത്തെ മെറ്റീരിയൽ എടുക്കുക. ഇത് നമ്മൾ ആമസോണിനാണ്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ സൈറ്റൊന്നും മാറിപ്പോയി ചെയ്യണ്ട നിങ്ങൾ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേ കാണുന്നതാണ്. ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കാം. ഈ കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു ചിക്കൻകാരി ടൈപ്പ് കുർത്തിയാണ്. കുർത്തി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കളറാണ്. കളർ കണ്ടിട്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു കളറ് ഇപ്പം നമ്മൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി, എനിക്ക് ഇങ്ങനത്തെ ഒരു കളറ് ഇടുമ്പോൾ ഒരു ഭംഗി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ബ്രൈറ്റായി നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കണ്ണിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കളർ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. എന്നിട്ട് ഞാൻ ഈ ഒരു കളറാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. മാത്രമല്ല ഇതൊരു ചിക്കൻകാരി ടൈപ്പ് കുർത്തിയാണ്. എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണാം. ഇതേ കാണുന്നതാണ് പ്രൊഡക്റ്റ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതൊരു റയോൺ മെറ്റീരിയലിലാണ് ഇതും വന്നിട്ടുള്ളത്. കുർത്തി മാത്രമേ ഉള്ളൂ. വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ് ഒന്നും ഇതിന് വരുന്നില്ല. ₹500 തന്നെയാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള. കറക്റ്റ് പ്രൈസ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ടിൽ സെൻട്രൽ പോർഷനിൽ ഒരു വി കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് നെക്കാണ്. ദെൻ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചിക്കൻകാരി ടൈപ്പ് കുർത്തി ആയതുകൊണ്ട് തന്നെ കൂടുതലും വൈറ്റ് എംബ്രോയിഡറി വർക്കാണ് നിങ്ങൾക്കതിൽ കാണാൻ കഴിയുക. നെക്കിൻ്റെ പോർഷനിലൊക്കെ ആയിട്ട് നല്ലൊരു വർക്ക്, നല്ലൊരു ഡിസൈനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഒരു 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അവർ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്, 2 സ്ലീവിലും കേട്ടോ. പിന്നെ നമുക്ക് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ. സ്ലിറ്റഡ് കുർത്തിയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ നമുക്കിതിന് കിട്ടുന്നുണ്ട്. ദെൻ ബോട്ടം സൈഡിലായിട്ടും നമുക്ക് എംബ്രോയിഡറി വർക്കൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബാക്ക്. റൗണ്ട് നെക്കാണ്. ബാക്ക് ഫുൾ പ്ലെയിൻ ആണ്, എംബ്രോയിഡറി വർക്ക് ഒന്നുമില്ല. പ്ലെയിൻ എന്ന് പറയുമ്പോൾ മെറ്റീരിയലിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പ്ലെയിൻ മെറ്റീരിയലിലല്ല ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ളൊരു മെറ്റീരിയൽ. ഇതൊരു വയലറ്റ് കളറാണ് കേട്ടോ. ഈ ഒരു കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഫ്ലോറൽ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് ബാക്ക് പ്ലെയിൻ ആണ്, എംബ്രോയിഡറി വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു കുർത്തിയാണ്. സിമ്പിൾ കുർത്തിയാണ്. നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു, കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കളക്ഷനാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞല്ലോ റയോൺ മെറ്റീരിയൽ ആണ്. അപ്പോൾ അധികം ലോങ് ടൈം യൂസ് പ്രതീക്ഷിച്ച് നിങ്ങൾ എടുക്കണ്ട, ഷെയ്ഡായി വരും. ആ ഒരു ഇതുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റയോൺ മെറ്റീരിയലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ
ഇവിടെ ഓവർലോക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിൽ ഓവർലോക്ക് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇത് വിട്ടു പോകുമെന്ന് എനിക്കറിയില്ല. ഓവർലോക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂലൊക്കെ പിന്നി വരാൻ ചാൻസ് ഉണ്ട്, പിന്നി ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ മെറ്റീരിയലിൽ കൂടുതൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മീറ്റിങ്ങിൽ ഓഫീസിലേക്ക് പോയപ്പോൾ ഞാൻ ഇട്ട ഒരു 2 പീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ. നിങ്ങൾ നേരത്തെ കണ്ട സെയിം കൂത്തയുടെ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. നല്ല രീതിയിൽ നൂല് പിന്നുന്നുണ്ട്. ഇവിടെ ഓവർലോക്കൊന്നും സൈഡിൽ അവർ കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നൂലിങ്ങനെ പിന്നി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പോൾ ഓവർലോക്ക് ഇതിനെന്തായാലും ഓവർലോക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. അത്യാവശ്യം നല്ല റിയൂസ് ഒക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. അടിപൊളി കളക്ഷനാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇനി സ്റ്റൈൽ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് പറഞ്ഞോളൂ. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ് മീഡിയം സൈസാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒറിജിനൽ പ്രൈസ് 2000 സംതിങ് ഒക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. അതിനുള്ളതൊന്നുമില്ല മെറ്റീരിയൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണെന്നുള്ളത്. 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇത്, ദെൻ നെക്സ്റ്റ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു കൂർത്തയാണ്. പിന്നെ അടുത്തായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു കൂർത്തയാണ്. അപ്പം ഇങ്ങനെ 3 കൂർത്താസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുക ഈ പറയുന്ന പോലെ ചിക്കൻകാരി ടൈപ്പിൽ തന്നെ പ്ലാസോ പാൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. നമുക്ക് എംബ്രോയിഡറി പ്രിൻ്റോട് കൂടിയിട്ട്, എംബ്രോയിഡറി പ്രിൻ്റ് അല്ല, എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ട് തന്നെയുള്ളൊരു പ്ലാസോ പാൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ പാൻസിനൊപ്പം ഇത് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പ്ലെയിൻ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് പാൻസിനൊപ്പം ഇത് ചൂസ് ചെയ്താൽ നന്നായിരിക്കും. ദെൻ പിന്നെ നമുക്ക് ജീൻസ് ഇപ്പോൾ ഒരു നേവി ബ്ലൂ ടൈപ്പ് ജീൻസിൻ്റെ ഒപ്പം നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സംഭവം അടിപൊളിയായിരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള്, മീഡിയം, ലാർജ്, XL, XXL ഇത്രയും സൈസസ് ആണ് ഇതിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 459 കേട്ടോ. 459 വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർത്താണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 400 സംതിങ് നമുക്ക് പാൻസും കൂത്തയും കിട്ടിയ സ്ഥാനത്ത് കൂത്തയ്ക്ക് മാത്രം 459 വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഡൗട്ടിൻ്റെ ആവശ്യമില്ല, കാരണം അത് പ്ലെയിൻ ആണ്. അതിൽ ഓൾറെഡി നമുക്ക് പ്രിൻ്റർ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് എംബ്രോയിഡറി വർക്കാണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചിക്കൻകാരി ടൈപ്പ് കൂത്തയ്ക്കൊക്കെ നല്ല റേറ്റ് വരും. ഓക്കെ, മെറ്റീരിയൽ ഒരു ഇതുണ്ടേന്നേ ഉള്ളൂ, പക്ഷെ നമുക്കിതിൽ നല്ല എംബ്രോയിഡറി വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത് വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആമസോണിൽ നിന്നാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല 2 കൂർത്തസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സ്റ്റോക്കൊക്കെ അവൈലബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീഷോയുടെ ഒക്കെ ഹൗൾ ചെയ്തിട്ടേൽ കുറേ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്റ്റോക്ക് വന്നപ്പോൾ ലിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ലിങ്കൊക്കെ ചോദിച്ചു, ലിങ്ക് എവിടെയെന്നൊക്കെ ചോദിച്ചു. ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ, ലാസ്റ്റ് വീഡിയോയുടെ എനിക്ക് തോന്നുന്നു മിഡി ഡ്രസ് കളക്ഷൻ, അതിൻ്റെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ ഒരൊറ്റ ലിങ്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ലിങ്ക് കിട്ടിയത്. അതൊക്കെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് കിട്ടാത്ത ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇപ്പം എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് അതിൽ വന്ന് കിടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ അതൊക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന കളക്ഷൻസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത്. അപ്പോൾ ഉള്ള ടൈമിൽ മാക്സിമം പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ നല്ല കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്. അല്ലാണ്ട് നല്ല ഭാഗങ്ങൾ മാത്രം കേട്ട് അല്ലെങ്കിൽ പൊട്ട വശങ്ങൾ മാത്രം കേട്ട് നിങ്ങൾ ഇതിനെ വിലയിരുത്താനോ കാര്യങ്ങളൊന്നും നിൽക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീഡിയോസ് ലെങ്തി ആവും. ലെങ്തി ആയാലും കുഴപ്പമില്ല, എനിക്ക് ഡീറ്റെയിൽ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു അവസാനം ഒരു പാരയായി വരരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പ്രൊഡക്ട്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബാക്കി പ്രൊഡക്ട്സ് പിന്നാലെ വരാം. ഞാൻ ഇനിയിപ്പോൾ ഓവർ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ മീഷോയുടെ സെപ്പറേറ്റ് ചെയ്യാം, ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയാൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ടുപോകുന്നുണ്ട് എന്നറിയാം. കാരണം വ്യൂവേഴ്സിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഇപ്പോഴും ഇല്ല. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. താഴെ കാണുന്ന ആ റെഡിൽ കാണുന്ന ആ ഒരു അക്ഷരം സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബെല്ലൈക്കണും കൂടി അടിക്കാൻ പറയുന്നത്. മേ ബി നിങ്ങൾ വാച്ച് ചെയ്യാതെ പോകുന്ന ചില വീഡിയോസൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അതും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് ഒരു ഇനിയും ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരുള്ളൂ. അതോടൊപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓക്കെ കുഴപ്പമില്ല, അങ്ങനത്തെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഏത് ടൈപ്പ് വീഡിയോ ചെയ്യണം, നിങ്ങളുടെ ആവശ്യം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഏത് ടൈപ്പ് വീഡിയോ ആണോ വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് കുർത്തീസാണ്. കാരണം ഭൂരിഭാഗം നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. കാരണം ഒരാളുടെ മാത്രം അഭിപ്രായം നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അറിയാലോ, നമ്മൾ എത്രയും ക്യാഷ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്ന രീതിക്ക് ചെയ്യുക തന്നെയാണ് നല്ലത്. അപ്പോൾ ഭൂരിഭാഗം നോക്കിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യും. ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അനാർക്കലി കുർത്താസ്, മിഡി ഡ്രസ് കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതും റിവ്യൂ ചെയ്തിട്ടുള്ളതും. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കൊരു എനർജി കിട്ടുന്നത്, നമുക്ക് ഇനിയും ചെയ്യണം എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഹെൽപ്ഫുള്ളായ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. താങ്ക്